ഡിസൈൻ യുവർ ലൈഫ് ആൻഡ് ക്രിയേറ്റ് യുവർ ഡെസ്റ്റിനി പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡിസൈൻ യുവർ ലൈഫ് ആൻഡ് ക്രിയേറ്റ് യുവർ ഡെസ്റ്റിനി എന്ന ലൈഫ് ലൈൻ്റെ ഈ പ്രോഗ്രാം വളരെ സമീകൃതമായി കോംപ്രിഹെൻസീവായി പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, വ്യക്തിത്വ വികാസം ആർജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ സ്കൂളിൽ അനേകം സബ്ജക്റ്റുകൾ പഠിക്കുന്നുണ്ട്, കോളേജുകളിൽ പഠിക്കുന്നുണ്ട്. ഈ പഠിക്കുന്ന പല സബ്ജക്റ്റുകളും പിൽക്കാലം നമ്മുടെ ജീവിത വിജയത്തിന് 1% പോലും ചിലപ്പോൾ ഉപയോഗിച്ചു എന്ന് വരില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ 10th പഠിക്കുന്ന ആൾക്കാർ 10th ക്ലാസ് പഠിച്ച കാലത്ത് വൃത്തവും മഞ്ചരിയും വേറെ മലയാളത്തിൻ്റെ ഗ്രാമറും ഒക്കെ പഠിച്ചു. ഈ സാധനങ്ങളൊന്നും നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നില്ല. A+B² ഇങ്ങനെയുള്ള നമ്മൾ സമവാക്യങ്ങൾ പഠിച്ചു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്കായിട്ടൊരു കുടുംബ ബന്ധം വിജയിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഒരു ഭർത്താവിൽ നിന്നും ഭാര്യ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ്? ഒരു ഭാര്യയിൽ നിന്നും ഭർത്താവ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ്? ആദ്യകാലങ്ങളിൽ നമുക്കതിനെക്കുറിച്ചൊരു അപര്യാപ്തത തോന്നില്ല. പിന്നീട് ബന്ധം ശരിയാകാതെ വരുമ്പോൾ, ഉലയുമ്പോൾ, എങ്കിലും നമ്മളതിൻ്റെ ഒരു കുറവ് നമ്മൾ ടെക്നിക്കലി അത് പഠിച്ചിട്ടില്ല എന്നൊരു തോന്നൽ വരില്ല. ഇപ്പോൾ ഹൈസ്പീഡ് കാറ് ഡ്രൈവിംഗ് പഠിക്കാതെ തന്നെ നമ്മളെങ്ങനെയാണ് NH ഉപയോഗിക്കുന്നത് എന്നതുപോലെയാണ് പല പെൺകുട്ടികളെയും ഇല്ല ആൺകുട്ടികളെയും അവർ നല്ലൊരു കല്യാണത്തിൽ പേരൻസ് കൊണ്ടുവന്ന് ജീവിതം തുടങ്ങാനായിട്ട് സഹായിക്കുന്ന ആ വിവാഹം എന്ന ആ ഒരു വാഹനം ഓടിക്കാൻ അവർ പഠിച്ചിട്ടില്ല. ആകെ അവർ പഠിച്ചിട്ടുള്ളത് മാതാവിൻ്റെയും പിതാവിൻ്റെയും ബന്ധത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് മാത്രമാണ്. അപ്പോൾ ഏതാണ്ട് ആ രീതിയിലൊക്കെ തന്നെ അവർക്ക് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ധാരാളം ഗവേഷണങ്ങളുണ്ട്. എങ്ങനെയായിരിക്കണം ഒരു ഭർത്താവ് ഭാര്യയോട് പെരുമാറേണ്ടത്, ഭാര്യയിൽ നിന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്, ഭാര്യയ്ക്ക് എന്തിൽ നിന്ന് പ്രതീക്ഷിക്കാം, എങ്ങനെ ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെയും നമ്മുടെ ചുറ്റുവട്ടത്തിൻ്റെ ഒരു ഫ്രെയിം ഓഫ് മൈൻഡിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് ജീവിതത്തിൽ എല്ലാ രംഗത്തും എല്ലാ ക്ലാസ്സിലും A+, വാങ്ങി +2 കഴിഞ്ഞ് അതുപോലെ തന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് മേ ബി ഒരു ജോലിയും കിട്ടിക്കഴിഞ്ഞിട്ട് അവിടെ എല്ലാം നമ്മൾ വിജയിച്ച് അവസാനം നമ്മൾ തോൽവി ആരംഭിക്കുകയാണ്. അവിടെ കരിയറിൽ കൊളീഗ്സുമായിട്ട് ചേരുന്നില്ല, കുടുംബത്തിൽ ചേരുന്നില്ല, മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പോകാനായിട്ട് കഴിയുന്നില്ല. എല്ലാ ഭാഗത്തും നമ്മൾ പരാജയപ്പെടുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള ഫണ്ടമെൻ്റൽസ് പലതും നമുക്ക് പഠിച്ച് ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെയോ നീന്താൻ പഠിക്കുന്ന പോലെയുള്ള നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഭാഗമാക്കി തീർക്കാൻ, മനസ്സിൻ്റെ ഭാഗമാക്കി തീർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് നമുക്ക് സമ്പത്ത് നേടുക എന്നത്. സമ്പത്ത് ഈ പറഞ്ഞ പോലെ നീന്താൻ പഠിക്കുന്നത് പോലെ ഇല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ട്രെയിനിങ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഏത് ജോലിക്ക് പോയാലും നമുക്ക് സമ്പത്ത് ആർജിക്കാനായിട്ട് കഴിയത്തില്ല. ഉള്ളതും കൊണ്ട് ജീവിച്ചു പോകുക, നമ്മുടെ മക്കളെയും അത് തന്നെ പഠിപ്പിക്കുക. അപ്പോൾ അതേപോലെ തന്നെ മനസ്സിൻ്റെ ശക്തി, മനസ്സിന് അത്യപാരമായ ശക്തിയുണ്ട്. ആ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിൻ്റെ മഹത്തായ ശക്തിയെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരിക. കമ്മ്യൂണിക്കേഷൻ പവർ, എങ്ങനെയാണ് പ്രിസൈസായിട്ട് ഇഫക്റ്റീവായിട്ട് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുക. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസിനെ എങ്ങനെ മാസ്റ്റർ ചെയ്യാം, ആ ഇമോഷൻസിനെ മാസ്റ്റർ ചെയ്യുന്ന രീതി, അങ്ങനെ നിരവധി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ഭക്ഷണം കഴിക്കരുത്, എന്ത് ഭക്ഷണം കഴിക്കണം, കഴിക്കുന്ന ഭക്ഷണങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് വെയിറ്റ് കൂടുന്നത്, എന്തുകൊണ്ടാണ് രോഗം വരുന്നത്, രോഗത്തിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും, ഇതെല്ലാം ലൈഫ് സ്കില്ലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഏരിയാസാണ്. അപ്പോൾ ലൈഫ് സ്കിൽസ്, സോഫ്റ്റ് സ്കിൽസ്, ടോട്ടലായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഇതൊക്കെയാണ് ഡിസൈൻ യുവർ ലൈഫ് ആൻഡ് ക്രിയേറ്റ് യുവർ ഡെസ്റ്റിനി. നമുക്കറിയാം, ഒരു വലിയ കെട്ടിടം നമ്മൾ ആദ്യമേ അതിനൊരു ഡിസൈൻ ഉണ്ടാക്കും. ഡിസൈൻ ഉണ്ടാക്കിയിട്ട് അത് മനസ്സിൽ തോന്നുന്ന ഡിസൈൻ പേപ്പറിലേക്ക് നമ്മൾ പകർത്തിയതിന് ശേഷം അത് നമ്മൾ പിന്നെ രൂപപ്പെടുത്തുകയാണ്. സിമെൻറ്റും ചുടുകട്ടയും കമ്പിയും സ്റ്റീലും എല്ലാം ഉപയോഗിച്ച് നമ്മൾ രൂപപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കിയിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ എവിടെയാണ്, എവിടേക്ക് നിങ്ങൾക്ക് പോകണം, എങ്ങനെ നിങ്ങൾക്ക് അവിടെ റീച്ച് ചെയ്യാനായിട്ട് കഴിയും? അപ്പം ജീവിതത്തെ വിജയിപ്പിക്കുക, ഡിസൈൻ യുവർ ലൈഫ്, ദെൻ ക്രിയേറ്റ് യുവർ ഡെസ്റ്റിനി. ഒരു കെട്ടിടത്തിന് ഡിസൈൻ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതം കഴിയാത്ത പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാര്യമെല്ലാം ഡിസൈൻ ചെയ്തതിന് ശേഷം അതിനെ നന്നായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, വളരെ ശക്തമായൊരു ജീവിതമാക്കി തീർക്കുക. അപ്പോൾ അതിനുവേണ്ടി ലൈഫ് ലൈന് ചെയ്യാൻ കഴിയുന്നത് 12 ദിവസത്തെ ട്രെയിനിങ് ആണ് ഓഫർ ചെയ്യുന്നത്. വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടാണ്. 1 വർഷം നീണ്ടു നിൽക്കുന്ന
പ്രോഗ്രാമാണ്. ആ ഒരു വർഷത്തിനകത്ത് 12 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം പല ദിവസമായിട്ട് ചെയ്താൽ മതി. വെള്ളി, ശനി, ഞായർ തീയതികളിൽ 3 പ്രോഗ്രാം ഒന്നിച്ച്, വീണ്ടും അടുത്ത 2 മാസം കഴിഞ്ഞ് വെള്ളി, ശനി, ഞായർ തീയതികളിൽ ഒരു വീക്കെൻഡിൽ 3 പ്രോഗ്രാംസ്, അപ്പോൾ 6 പ്രോഗ്രാമായി. വീണ്ടും 2 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞ് വീണ്ടും ഒരു 3 പ്രോഗ്രാം വീക്കെൻഡിൽ, വെള്ളി, ശനി, ഞായർ 9 പ്രോഗ്രാംസായി. വീണ്ടും ഒരു 3 മാസം കഴിയുമ്പോൾ വെള്ളി, ശനി, ഞായർ തീയതികളിലായിട്ട് 3 പ്രോഗ്രാം കൂടെ കിട്ടും. എന്തിനാണ് ഇത് ഗ്യാപ്പ് ഇട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം വേണം. ഒരു വർഷം നമ്മൾ ഇത് പഠിച്ചു കഴിയുമ്പോൾ ഈ പഠിച്ച കാര്യങ്ങളിൽ പകുതിയെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അവിടെ നിന്ന് കംപ്ലീറ്റ്ലി മാറുകയാണ്. ഇതൊരു 10 ഇൻ്റർനാഷണൽ MBA എടുക്കുന്നേ കഴിഞ്ഞും, ഇല്ല ജീവിതത്തിൽ വിജയിക്കുന്നതിനെക്കുറിച്ച് PhD എടുക്കുന്നേ കഴിഞ്ഞും, ഏത് കോഴ്സ് ചെയ്യുന്നതിനെ കഴിഞ്ഞും വളരെ സഹായപ്രദമാണ്. അപ്പം ഞാനും അനേക വർഷങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്നതാണ്. MBA ചെയ്തിട്ടുണ്ട്, LLB, LLM, MA ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം കിട്ടുന്ന, അപ്പോൾ MBAക്കകത്തൊക്കെ കിട്ടുന്നതിനകത്തുനിന്ന് പിൽക്കാല ജീവിതത്തിൽ ഒരു 5% പോലും ഉപയോഗിച്ചിട്ടില്ല. ആ സമയത്ത് ഇതിനകത്തുനിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ 99% കാര്യങ്ങളും എല്ലാ ദിവസവും ജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ വിജയിക്കുന്ന കാര്യം പഠിച്ചിട്ടില്ലാത്തവർക്ക്, ഇപ്പം നമ്മൾ ഓസ്ട്രേലിയയിലോ UK പോയി ഒരു MBA ഡിഗ്രി എടുക്കുകയാണെങ്കിൽ ഒരു 25 മുതൽ 35-40 ലക്ഷം രൂപ വരെ നമുക്കതിന് ചിലവ് വരാം. പക്ഷേ ഇത് ഒരു രാജ്യത്തെ മാത്രമല്ല, 58 രാജ്യങ്ങളിലെ വിജയിക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് വളരെ വിപുലമായി റിസർച്ച് ചെയ്ത് അതിൻ്റെ അകത്ത് ഏറ്റവും എസൻസ് ആയ കാര്യം മാത്രം 12 വോളിയം മെറ്റീരിയലിലൂടെ, അതുപോലെ തന്നെ ഇത് പഠിക്കുന്നത് പൂർണ്ണമായും ടെക്നോളജി എയ്ഡഡാണ്. നമ്മൾ ഒരു വർഷം പൂർണ്ണമായും എല്ലാ ദിവസവും ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന കഴിഞ്ഞ് വളരെ കൂടുതലായിരിക്കും ഈ 12 ദിവസം കൊണ്ട് നമുക്ക് പഠിക്കാൻ കഴിയുക. അതിന് മൾട്ടി സെൻസറി ആക്സിലറേറ്റഡ് ലേണിംഗ് ടെക്നോളജീസ്. നമ്മൾ ക്ലാസ്സിൽ തുടങ്ങിയാൽ വൈകുന്നേരം ആകും നമ്മൾ അറിയില്ല. പക്ഷേ ഈ പഠിച്ച കാര്യങ്ങൾ നമ്മൾ പിന്നീട് അത് പുസ്തകം വായിച്ചില്ലെങ്കിൽ പോലും നമുക്കത് പ്രാബല്യത്തിൽ തന്നെ ഉള്ളിൽ നിന്ന് വരും. കാരണം ഉപബോധ മനസ്സിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, തന്നെ ഉള്ളിൽ നിന്ന് വരും. അപ്പോൾ ഈ ഒരു ഇപ്പോൾ ബിസിനസ്സിലുമൊക്കെ ഒരുപാട് ട്രെയിനിങ് എടുത്തിട്ടുള്ള, ലൈഫ് ലൈൻ്റെ ട്രെയിനിങ് എടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ ഒരു വ്യക്തിത്വമാണ്, നമ്മുടെ ഉള്ളിലുള്ള കപ്പാസിറ്റിയാണ് മറ്റുള്ളവർ നമുക്ക് വില തരുന്നത്, അംഗീകാരം തരുന്നത്, ആക്സെപ്റ്റൻസ് തരുന്നത്. നമ്മൾ നോക്കിയാൽ ഒരു 80% ബിസിനസ്സുകളും വിജയിച്ചിട്ടുള്ളത് ബന്ധങ്ങൾ കൂടിയാണ്, റിലേഷൻഷിപ്പിലൂടെയാണ്. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ബന്ധങ്ങളെ, റിലേഷൻഷിപ്പ് വലിയ രീതിയിൽ ആർജിക്കാൻ കഴിയുന്നു, അപ്പോൾ അതിലൂടെയാണ് നമുക്ക് വളരാൻ കഴിയുക. അതുപോലെ കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കാൻ കഴിയുക. അപ്പോൾ ഇത് വിശദമായുള്ള മെറ്റീരിയലും തന്ന്, പ്രത്യേക ട്രെയിനിങ് കിറ്റും തന്ന്, ട്രെയിൻഡായിട്ട് അപ്പോൾ ഒരുപാട് പേര് ഈ ട്രെയിനിങ് കഴിഞ്ഞ ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചൊക്കെ പല സ്ഥാപനങ്ങളിലും ജോലിക്ക് ചെന്നപ്പം ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ, യോഗ്യതാ സർട്ടിഫിക്കറ്റ്സിൻ്റെ കൂടെ ഇതും കൂടി കൊടുത്തപ്പോൾ, ഇതെന്താണ് ഈ സർട്ടിഫിക്കറ്റ്? അപ്പോൾ അതിനകത്ത് എല്ലാ സിലബസ് മുഴുവൻ എഴുതിയിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അപ്പോൾ അവർ ഓരോന്നിനെക്കുറിച്ചും ചോദിച്ചു. അത് ആ സ്ഥാപനത്തിലൊരു ജോലി ചെയ്ത് വിജയിപ്പിക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സബ്ജക്ട്സ് എല്ലാമാണ് അതിൽ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ പഠിച്ചു, ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് മാത്രമേ പിന്നെ ചോദിച്ചിട്ടുള്ളൂ. എൻജിനീയറിംഗ് കഴിഞ്ഞ് വലിയ വലിയ ഇൻ്റർനാഷണൽ കോർപ്പറേറ്റ്സിൽ ജോലിക്ക് പോയ ആൾക്കാർ അതിനു മുമ്പ് ഡിസൈൻ യുവർ ലൈഫ് ആൻഡ് ക്രിയേറ്റ് യുവർ ഡെസ്റ്റിനി ആ പ്രോഗ്രാം ചെയ്തിട്ട് പോയിട്ട് അവരാകെ ചോദിച്ചത് ഈ സർട്ടിഫിക്കറ്റ് കണ്ടിട്ട് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള സബ്ജക്ട്സിനെ കുറിച്ചാണ്. വളരെ അപ്രിസിയേഷനോടുകൂടി അവിടെ വെച്ച് തന്നെ അടുത്ത നെക്സ്റ്റ് ഡേ തന്നെ ജോലി ചെയ്തോളാനായിട്ട് തീരുമാനമെടുത്ത് അറിയിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈവൻ കോളേജ് ലെക്ചേഴ്സ് അവരും ഈ പറഞ്ഞ പോലെ വലിയ ക്വാളിഫിക്കേഷൻസൊക്കെ എടുത്ത് കോളേജിൽ ജോലി കിട്ടുമോ എന്ന് നോക്കി ഇങ്ങനെ പല സ്ഥലത്തും ആപ്ലിക്കേഷൻ അയച്ച് ചെന്നുകൊണ്ടിരുന്നപ്പോൾ കൂടുതൽ ഈ സർട്ടിഫിക്കറ്റ് കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതെന്താണ്, അപ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സർട്ടിഫിക്കറ്റിൻ്റെ കണ്ടൻറ് എന്താണ്, അപ്പോൾ ആ കണ്ടൻറ് എല്ലാം അവർ പഠിച്ചിട്ടുണ്ടെന്ന് ബോധ്യമായപ്പോൾ നമ്മുടെ കോളേജിലെ കുട്ടികളെ ഇതുകൂടി ഒന്ന് പഠിപ്പിക്കാമെങ്കിൽ ഞാൻ ഉടനെ തന്നെ ജോലി തരാം.
എന്ന് മാനേജ്മെൻറ്റ് അപ്പം തന്നെ പറയുകയുണ്ടായി. അപ്പോൾ പല സ്ഥലത്തും അവർക്ക് അതിൻ്റെ പേരിൽ ജോലി കിട്ടിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങൾക്ക് പോയിട്ടുള്ള ആൾക്കാർ അവിടെയും അവർക്ക് ഡിസൈൻ യുവർ ലൈഫ് ആൻഡ് ക്രിയേറ്റ് യുവർ ഡെസ്റ്റിനി. അപ്പോൾ അവരോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡിസൈൻ എന്താണ്, എങ്ങനെയാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ അവിടെയെല്ലാം ഈ ലൈഫ് ലൈൻ്റെ ഡിസൈൻ യുവർ ലൈഫ് ആൻഡ് ക്രിയേറ്റ് യുവർ ഡെസ്റ്റിനി എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം ചെയ്തതോടുകൂടി അവർക്ക് മറ്റൊരു ഡിഗ്രിയെ കഴിഞ്ഞു, MA-യോ MSc-യോ MBA-യോ അല്ലെങ്കിൽ PhD-യോ അല്ലെങ്കിൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനോ B.Ed-ഓ അതും അല്ലെങ്കിൽ എൻജിനീയറിങ്ങോ മെഡിസിനോ ഏതൊരു കോഴ്സ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്കും അതിൻ്റെ മറ്റൊരു ലെവൽ ചെയ്തേ കഴിഞ്ഞും കൂടുതൽ അംഗീകാരമായിരുന്നു ഈ സർട്ടിഫിക്കറ്റും കൂടി കൊടുക്കുക വഴി. അപ്പോൾ അതിനൊരു ഇൻ്റർനാഷണൽ ഏജൻസിയുടെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ അപ്രൂവൽ അല്ല അതിനകത്ത് ആവശ്യം. ഇതിൽ പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റുകളെല്ലാം ജീവിതത്തിന് വിജയിക്കാൻ ഏറ്റവും അത്യാവശ്യമായതുകൊണ്ട് ആ സംഭവങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ എല്ലായിടത്തും സ്വീകാര്യമാകാവുന്ന രീതിയിൽ ഈ ഒരു പ്രോഗ്രാം ലൈഫ് ലൈൻ എപ്പോഴും ഗ്യാരണ്ടി ചെയ്ത് പറയാൻ പറ്റും. ഒരു പെൺകുട്ടി ഈ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ നല്ല തുക സ്ത്രീധനവും ഒരുപാട് ആഭരണങ്ങളും ഒക്കെ കൊടുത്തു വിടുന്ന ആ പെൺകുട്ടിക്ക് മറ്റൊരു വീട്ടിൽ ചെന്ന് അവിടെ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ ഈ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരു കുട്ടിക്കാണെങ്കിൽ തീർച്ചയായിട്ടും 100% ഒരു ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ആ ഒരു കപ്പാസിറ്റിയിൽ ഏത് അവസരത്തിലും ഡിപ്ലോമാറ്റിക്കായിട്ട് ജീവിക്കാനായിട്ട് പറ്റും. ആൺകുട്ടിയാണെങ്കിലും ഏത് വിധത്തിലുള്ള അറിവില്ലാത്തൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാലും ആ പെൺകുട്ടിയെ നന്മയിലേക്ക് നയിക്കാനുള്ള കരുത്തും ശക്തിയും മാർഗവും അയാളുടെ മനസ്സിലുണ്ടാവും. അപ്പം അതുകൊണ്ട് ഈ ഒരു പരിപാടി എന്താണെന്നതിൻ്റെ വിശദമായ സിലബസുമൊക്കെ മനസ്സിലാക്കി വളരെ ഫണ്ണോടുകൂടി സന്തോഷത്തോടു കൂടി 4 വീക്കെൻഡ്സ് ആയിട്ട് ചെയ്യുകയും അതിൽ വരുന്ന ധാരാളം മറ്റ് സഹപാഠികളുണ്ട്. ആ സഹപാഠികളിൽ നിന്നും കിട്ടാവുന്നവരെല്ലാം പോസിറ്റീവ് ആൾക്കാരാണ്. ആബ്സല്യൂട്ട്ലി പോസിറ്റീവായിട്ടാണ് അവരെല്ലാം പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ജീവിതകാലം മുഴുവനും നിലനിൽക്കുന്ന അത്യപൂർവമായ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഈ ഡിസൈൻ യുവർ ലൈഫ് ആൻഡ് ക്രിയേറ്റ് യുവർ ഡെസ്റ്റിനി എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ളവർ തമ്മിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഫീഡ്ബാക്സ് യൂട്യൂബിൽ കാണാം. അപ്പോൾ യൂട്യൂബിൽ എന്താണ് അവർ ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുക, എന്തും മാറ്റമുണ്ടായി, വളരെ സാധാരണക്കാരാണ്. ആ സാധാരണക്കായ ആൾക്കാർക്ക് ഈ പ്രോഗ്രാം ചെയ്യുക വഴി അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം മാറ്റമാണ് ഉണ്ടായത്. ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വായിച്ച് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതം ഉയർത്തുന്ന എസൻസുകൾ എടുത്ത് പഠിക്കുന്നതിന് പകരം ആ എസൻസുകളെല്ലാം തന്നെ ലൈഫ് ലൈൻ റിസർച്ച് ചെയ്ത് കമ്പൈൽ ചെയ്ത് അത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പ്രാക്ടിക്കൽ സൈഡും കൊടുത്തുകൊണ്ട് ഇതിൻ്റെ പാർട്ടിസിപ്പൻസിൻ്റെ മനസ്സിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്ന ഒരു പ്രക്രിയയാണ് ഡിസൈൻ യുവർ ലൈഫ് ആൻഡ് ക്രിയേറ്റ് യുവർ ഡെസ്റ്റിനി എന്ന പ്രോഗ്രാമിൽ ചെയ്യുക. സോ യു ക്യാൻ ഡിസൈൻ യുവർ ലൈഫ്, ദെൻ യു ക്യാൻ ക്രിയേറ്റ് യുവർ ഡെസ്റ്റിനി. ജീവിതത്തെ നിങ്ങൾ ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കിയിട്ട് അത് നിങ്ങൾ എങ്ങനെ ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കിയോ അതുപോലുള്ളൊരു ജീവിതം ആർജിക്കാനായി ലൈഫ് ലൈൻ്റെ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും സഹായകരമായിരിക്കും. ഓൾ ദ ബെസ്റ്റ്.